ഞാനൊരു പവർഫുൾ ആൻഡ് ഡേഞ്ചറസ് മാൽവെയർ ഉണ്ടാക്കി. ഇത് നിങ്ങളുടെ സിസ്റ്റത്തിൽ റൺ ചെയ്താൽ വിൻഡോസിന്റെ ഫുൾ കൺട്രോൾ എൻ്റെ കയ്യിലായിരിക്കും. ആന്റിവൈറസോ ഫയർവാളോ ഈ മാൽവെയറിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ 65 ആന്റിവൈറസ് വെച്ച് ഈ മാൽവെയറിനെ സ്കാൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് ഈ വീഡിയോയിൽ കാണിക്കും. ഇതുപോലത്തെ മാൽവെയർ നിങ്ങൾക്കും ക്രിയേറ്റ് ചെയ്യാം. അതിനിപ്പോ പ്രോഗ്രാം ലാംഗ്വേജ് അറിഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല. എങ്ങനെയാണെന്നല്ലേ വീഡിയോ അവസാനം വരെ കാണാം. കാലി ലിനക്സിന്റെ ടെർമിനൽ ഒരു ലിസണിംഗ് പോർട്ട് ഓപ്പൺ ചെയ്തു. ഞാൻ മാൽവെയർ ടെസ്റ്റ് ചെയ്യുന്നത് വെർച്വൽ എൻവയറോൺമെന്റിലാണ്. നിങ്ങൾ ഒരിക്കലും മോസ്റ്റ് ഡിവൈസിൽ മാൽവെയർ ടെസ്റ്റ് ചെയ്യരുത്, അത് നിങ്ങളുടെ സിസ്റ്റത്തെ ബാധിക്കും. ഹാപ്പി ലൈഫ് എന്നാണ് എൻ്റെ മാൽവെയറിന്റെ പേരിട്ട് പറഞ്ഞത്. ഞാൻ അത് ഓപ്പൺ ചെയ്യട്ടെ. ഇതിപ്പോൾ ഓപ്പൺ ചെയ്തെന്ന് വെച്ച് വിൻഡോസിൽ ഒന്നും വരാൻ പോകുന്നില്ല. ബട്ട് നമ്മുടെ കാലി ലിനക്സിന്റെ ടെർമിനൽ അത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. വിൻഡോസിന്റെ യൂസർ ജോണിന്റെ ഡെസ്ക്ടോപ്പ് നമുക്കിവിടെ കിട്ടി. ഇനി ഡയറക്ടറി നോക്കിയെങ്കിൽ ഡെസ്ക്ടോപ്പിൽ ഹാപ്പി ലൈഫ് പേലോഡ് ഇവിടെ ഇരിക്കുന്നത് കാണാം. ഇനി റിമോട്ട് ഷട്ട് ഡൗൺ ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ എങ്ങനെയാണ് ഈ മാൽവെയർ ഉണ്ടാക്കിയെന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടെ നോക്കിയെങ്കിൽ വിൻഡോസ് ഷട്ട് ഡൗൺ ആയി. എന്താണ് ഈ മാൽവെയർ? മാൽവെയർ എന്ന് പറഞ്ഞ ഒരു സോഫ്റ്റ്വെയർ തന്നെയാണ്, ബട്ട് വിത്ത് മെലീഷ്യസ് കോഡ്. അതിൻ്റെ മെയിൻ ഗോൾ എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റത്തെ അറ്റാക്ക് ചെയ്യുക അല്ലെങ്കിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യുക. ഇനി ഞാൻ ആദ്യം പറഞ്ഞ ആൻറ്റിവൈറസിൻ്റെ സ്കാൻ റിപ്പോർട്ട് കാണിച്ചു തരാം. ഓക്കെ, വൈറസ് ടോട്ടൽ എന്നാണ് ഈ സൈറ്റിൻ്റെ പേര്. സ്കാൻ ചെയ്യാണ്. ഒരുവിധം അൺഡിറ്റക്റ്റബിൾ ആയിട്ട് പോകുന്നുണ്ട്. ബട്ട് ഗൈസ്, കാസ്പർസ്കൈ അത് സീനാട്ടോ. ആ ആൻറ്റിവൈറസ് സീനാണ്. നിങ്ങൾ അത്രയും ഒരു ഓർഗനൈസേഷനോ IT കമ്പനിയൊക്കെ ആണെങ്കിൽ ഈ കാസ്പർസ്കൈ വാങ്ങി വെച്ചോ. എനിക്കറിയാം അത് പെയ്ഡാണ്, ഫ്രീ അല്ല. ബട്ട് ബാക്കി എല്ലാ ആൻറ്റിവൈറസും ഡിറ്റക്റ്റ് ചെയ്തില്ല. നമ്മുടെ വിൻഡോസ് ഡിഫറൻറ്റർ ഉൾപ്പെടെ അവാസ്റ്റ് ഉണ്ട്, അതിൽ AVG ഉണ്ട്. AVG ഒക്കെ ഞാൻ പണ്ട് ഫുള്ള് യൂസ് ചെയ്തിരുന്നതാ. നൗ ദ റിയൽ ക്വസ്റ്റ്യൻ ഈസ്, എങ്ങനെയാണ് ഈ മാൽവെയർ ആൻറ്റിവൈറസോ ഫയർവാളോ ഒന്നും ഡിറ്റക്റ്റ് ചെയ്യാണ്ടിരുന്നത്? എന്ത് ടെക്നിക്കാണ് ഞാൻ യൂസ് ചെയ്തത്? ഓക്കെ, ഇനി എക്സ്പ്ലെയിൻ ചെയ്യണ കുറച്ച് ടേംസ് ചിലപ്പോൾ നിങ്ങൾ ബിഗിനേഴ്സിനെ കോംപ്ലക്സ് ആയിരിക്കും. ഞാൻ പറയുന്ന ടേംസൊക്കെ ഒന്ന് എഴുതി വയ്ക്കാൻ ശ്രമിക്കുക. ലാസ്റ്റ് ഞാൻ എങ്ങനെയാണ് ഈ മാൽവെയർ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞുതരും. അപ്പോൾ ഈ ടേംസ് നിങ്ങൾക്ക് ആവശ്യം വരും. ബൈ ദ ബൈ, ഞാൻ പൈത്തണിലാണ് സ്ക്രിപ്റ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഞാൻ ടേംസ് പറഞ്ഞുതരാം. 1. ഒഫ്യൂസ്കേഷൻ, പോളിമോർഫിസം, കോഡ് പാഡിംഗ്, സാൻഡ് ബോക്സ് ഇൻവേഷൻ, സ്റ്റേജിങ്, പിന്നെ ആൻറ്റി സ്റ്റാറ്റിക് അനാലിസിസ്. ഫസ്റ്റത്തെ മെത്തേഡായ ഒഫ്യൂസ്കേഷൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ എക്സോർ എൻക്രിപ്ഷൻ വെച്ച് പിന്നെ ബേസ് 64 വെച്ച് കോഡിനെ എൻബഡ് ചെയ്തു. നെക്സ്റ്റ് ആണ് പോളിമോർഫിസം. പോളിമോർഫിസം എന്താണെന്ന് വെച്ചാൽ, ഈച്ച് ടൈം കോഡ് റൺ ചെയ്യുമ്പോൾ കോഡിൻ്റെ അപ്പിയറൻസോ സ്ട്രക്ചറോ മാറും, ബട്ട് ബിഹേവിയറൊക്കെ സെയിം ആയിരിക്കും. ഒരു എക്സാമ്പിൾ പറയുമ്പോൾ, നമ്മൾ വേരിയബിൾസ് ഈച്ച് ടൈം റൺ ചെയ്യുമ്പോൾ വേറെ റാൻഡമായിട്ട് ജനറേറ്റ് ചെയ്യും. മൂന്നാമത്തെയാണ് കോഡ് പാഡിങ്. അതിലൊന്നുമില്ല, ആൻറ്റിവൈറസിനെ കൺഫ്യൂഷൻ ചെയ്യാൻ വേണ്ടി കുറച്ച് മാത്തമാറ്റിക്കൽ ഇക്വേഷനോ ഫംഗ്ഷൻ ഇട്ട് കൊടുക്കുക. നാലാമത്തെയാണ് സാൻഡ് ബോക്സ് ഇൻവേഷൻ. എക്സിക്യൂട്ട് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ കോഡ് ഒന്ന് 3-7 മിനിറ്റോ സ്ലീപ്പ് കൊടുക്കുക. ഈ റാൻഡം ഡിലേ സാൻഡ് ബോക്സ് എൻവിറോൺമെൻറ്റിനെ ബൈപ്പാസ് ചെയ്യാൻ സഹായിക്കും. നമ്മുടെ കോഡ് എക്സിക്യൂഷൻ ടൈമിലാണ് ഡിക്രിപ്റ്റ് ആവുക. ഈ ഡിക്രിപ്റ്റ് ആവുന്ന കോഡ് ഒരു ടെമ്പററി ഫയൽ സ്റ്റോർ ചെയ്യും. അടുത്തത് ആൻറ്റി സ്റ്റാറ്റിക് അനാലിസിസ്. ഇതെന്ന് വെച്ചാൽ ആൻറ്റിവൈറസിൽ ഓൾറെഡി പേലോഡിൻ്റെ കുറച്ച് ടേംസും കാര്യങ്ങളും ഇൻഫോർമേഷൻ സിഗ്നേച്ചറൊക്കെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ അത് റാൻഡം ആയിട്ട് എന്തെങ്കിലും നെയിംസ് കൊടുക്കുക, ഡൈനാമിക് ആയിട്ട് സ്ട്രക്ചർ മാറ്റുക, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആൻറ്റിവൈറസ് ഡിറ്റക്റ്റ് ചെയ്യില്ല. ഇനി ഞാൻ ഇതുപോലത്തെ മാൽവെയർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞുതരാം. പക്ഷേ ഞാൻ ഒരു വാർണിംഗ് തരട്ടെ. നിങ്ങൾക്ക് സ്വന്തമായിട്ട് മാൽവെയർ ഉണ്ടാക്കി നിങ്ങളുടെ വെർച്വൽ മെഷീനിൽ എക്സ്പെരിമെൻറ്റ് ചെയ്യാം, റിസർച്ച് ചെയ്യാം. പക്ഷേ അത് റിയൽ ലൈഫ് ടാർഗറ്റിൽ യൂസ് ചെയ്യാൻ പാടില്ല. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാൽവെയർ ഈസ് ഇല്ലീഗൽ. ബ്ലാക്ക് ഹാറ്റ് ഹാക്കിംഗ് ഈസ് ഇല്ലീഗൽ ഇൻ ഇന്ത്യ. ഫസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക ഗ്രോക്കേ എന്ന്. എന്നിട്ട് ഗ്രോക്കയിൽ കയറിയിട്ട് ഈ പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്യുക. പ്രോംപ്റ്റിൻ്റെ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ പെൻ ടെസ്റ്റർ എന്ന് പറയുക, പിന്നെ റെഡ് ടീമിലാന്ന് പറയുക, പിന്നെ ഈ പേലോഡ് റൺ ചെയ്യുന്നത് വിർച്വൽ മെഷീനിലാണ് എന്തായാലും പറയണം. ഇല്ലെങ്കിൽ ഗ്രോക്കയോ ChatGPTയോ കോഡ് തരില്ല. എന്നിട്ട് ഞാൻ മുമ്പേ കുറച്ച് ടേംസ് പറഞ്ഞില്ലേ, ആ ടേംസുകളൊന്ന് പ്രോംപ്റ്റിൽ ടൈപ്പ് ചെയ്യുക. എന്നാലാണ് ട്രൂലി ആൻറ്റിവൈറസ് സ്കാൻ ചെയ്യുമ്പോൾ ഡിറ്റക്റ്റ് ചെയ്യാണ്ടിരിക്കുള്ളൂ. ഈ ഫോട്ടോ വെച്ച് ഞാൻ ഇയാളുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്തു. വീഡിയോ ഞാൻ ഇവിടെ കൊടുക്കാം.